നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. വീട്ടിൽ റെനോവേഷൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് എപ്പിസോഡ് ലാഗ് ആകുന്നത്. എന്നാലും മാക്സിമം ഞാൻ 1-2 എപ്പിസോഡ് ഇടാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സൂ ആണെങ്കിൽ സിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളെ വേയിൻ്റെ റിസൈൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും എന്നെ കൊണ്ടല്ല ഇത്രക്കാരം പ്രശ്നങ്ങൾ ഉണ്ടായത്, ഞാൻ ഇനി എന്നാ ചെയ്യുമെന്ന് ചോദിക്കുക. അതേ ടൈം സിങ് ആണെങ്കിൽ പറയും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്നെ കൊണ്ടോ ആരെ കൊണ്ടോ, പക്ഷേ അവളെ മുഖം എന്താണെന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ലേ, അത് മാത്രം മതി, അതുകൊണ്ട് നീ ഗിൽറ്റി ഫീൽ ചെയ്യേണ്ടെന്ന് പറയേ. ഇതൊക്കെ കേൾക്കുന്നേരം നമ്മൾ സൂ ആണെങ്കിൽ പറയും നീ പണ്ടത്തെ പോലെയല്ല, നീ ഇപ്പോൾ ഒരുപാട് തിങ്ക് ആക്കുന്നുണ്ട്, ആ ഒരു ഹാൻഡ് അപ്പുറം കൂടിയതിൻ്റെ എല്ലാ റിസൾട്ടും നിനക്ക് ഉണ്ട് എന്ന് പറയും. അങ്ങനെ നമ്മൾ കാണുന്നത് പെണ്ണാണെങ്കിൽ ചെക്കിൻ്റെ അടുത്തേക്ക് വരുന്നവരായിരിക്കും എല്ലാവരും ആ ഒരു ഹയോ യുവിനെ കൊണ്ട് പറയുന്ന കേൾക്കുന്നുണ്ടാവുക. അതായത് നമ്മളെ ഹയോ യുവിൻ്റെ കമ്പനി ആണെങ്കിൽ ഇപ്പോൾ കടം കയറിയിട്ട് പൂട്ടിയിട്ടുണ്ടാവേ. ആ ഒരു കാര്യം നമ്മളെ പെണ്ണ് കേട്ടോണ്ടായിരിക്കും നമ്മളെ ഹാനിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. ഹാനിനോട് നീയാണോ ആ ഒരു കമ്പനി പൂട്ടിച്ചെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തലയാട്ടുന്ന മാത്രം ഉണ്ടാവേ. അവളാണെങ്കിൽ പറയും അന്നത്തെ ദിവസം നമ്മളെ ചെക്കനോട് കള്ള് കുടിക്കെന്ന് പറഞ്ഞിട്ടില്ലേ, എന്നിട്ട് ഇവന് കുറച്ച് അലർജി പോലെ ആയത് അത് ശരിക്കും ഒരു ഹയോ യു ആയിരിക്കേ. അവളാണെങ്കിൽ പറയും അന്ന് അയാളാണെങ്കിൽ നിന്നെ കൊണ്ട് ഇങ്ങനെ കള്ള് കുടിപ്പിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേങ്കിൽ ആ ഒരു കമ്പനി പൂട്ടിയിട്ടുണ്ടെങ്കിൽ 1000-ഓളം എംപ്ലോയീസിൻ്റെ ജോബല്ലേ പോകാനിരിക്കുന്നതെന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഞാൻ അങ്ങനെ ദയയില്ലാത്ത ആളൊന്നുമല്ല, പക്ഷേ അയാൾക്ക് കിട്ടേണ്ടത് അയാൾക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയും. എന്നിട്ട് അവനാണെങ്കിൽ ഈ ഒരു വിഷയം മാറ്റേണ്ടിട്ട് അവക്കൊരു ഉമ്മേല കൊടുക്കുന്നുണ്ടാവേ. പിന്നെ അവൾ അധികം ഒന്നും ഇതിനെ കൊണ്ട് ചോദിക്കൂല. അങ്ങനെ അവർ രണ്ടാളും വീട്ടിലേക്ക് കാറിൽ പോകുന്നവരായിരിക്കും. നമ്മളെ പെണ്ണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ടാവുക. എന്നായിരിക്കും നമ്മളെ കുയിലിന്റെയും ഈന്റെയും ഇൻവിറ്റേഷൻ ലെറ്റർ ആയിരിക്കും മാരേജിന്റെ. അത് കാണുമ്പോൾ അവളെ മുഖം ഒന്ന് വാടുന്നുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുയിലി ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ നമ്മളെ കല്യാണത്തിന് വരണം, നീ വരൂലേ, നിന്നെ പോലത്തെ ഒരു ഫ്രണ്ടിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല എന്ന്. ആ ഒരു മെസ്സേജ് നമ്മളെ ഹാനും കേൾക്കുന്നുണ്ടാവേ. അവനാണെങ്കിൽ നീ കല്യാണത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളൊന്ന് ആലോചിച്ചിട്ടാണെങ്കിൽ പറയും ഞാൻ പോകുന്നു പറയൂ. അത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ പറയും നീ ഒറ്റക്ക് പോകണ്ട, നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറയേ. അത് കേൾക്കുമ്പോൾ അവക്കും സന്തോഷാവും. അങ്ങനെ വീട്ടിലെത്തുന്ന ടൈം നമ്മളെ ഹാൻ ആണെങ്കിൽ അവൻ്റെ ഫാമിലി ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിരിക്കും. പെണ്ണും വന്നിട്ട് നീ എന്നാ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും ഇവർ മരിച്ചതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല, അവരുള്ള കാലമാണ് ഏറ്റവും നല്ല കാലം എന്നൊക്കെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായിരിക്കും. നമ്മളെ പെണ്ണായ ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതേ ടൈം അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുക. അതായത് ഒരു ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു ഷോപ്പിൽ പോയിട്ട് 2 ബൊമ്മ വാങ്ങിയിട്ടുണ്ടാവേ, അതും സെയിം ബൊമ്മ അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ കുറച്ച് ടൈം കഴിയുന്നവരായിരിക്കും നമ്മളെ ഹാനിൻ്റെ അമ്മയാണെങ്കിൽ വന്നിട്ട് ഇതേ ബൊമ്മക്ക് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ അവരാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് തീർന്നെന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് എൻ്റെ മോനായൊരു ബൊമ്മ ഭയങ്കര ഇഷ്ടമായിരുന്നു, അവനിങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടിട്ടാന്നൊക്കെ പറയുന്നതായിരിക്കും. നമ്മളെ പെണ്ണ് അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നമ്മൾ സിങ് ആണെങ്കിൽ പറയും അമ്മ സങ്കടപ്പെടേണ്ട, ഇത് നിങ്ങളെ മോന് എൻ്റെ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തു, എൻ്റെ കൈമിൽ 2 എണ്ണം ഉണ്ട് എന്ന് പറയേ. നമ്മളെ ഹാനിൻ്റെ അമ്മ ഇവർക്ക് പൈസയൊക്കെ കൊടുക്കാൻ നിൽക്കുന്നവരെ നമ്മളെ സിങ്ങിൻ്റെ അമ്മയാണെങ്കിൽ പറയും വേണ്ട വേണ്ട വേണ്ട, ഇതിങ്ങനെ ചെറിയ പൈസയല്ല, നിങ്ങൾ എടുത്തോന്നൊക്കെ പറയുന്നുണ്ടാവും. ആ ഒരു കാര്യമൊക്കെ നമ്മളെ പെണ്ണ് ആലോചിക്കുന്നുണ്ടോ. അതായത് ചെറുപ്പത്തിൽ പരസ്പരം ഇവർ കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ പെണ്ണ് ഓൾറെഡി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നമ്മളെ ചെക്കന് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അവൾ ഇപ്പൊ അത് പറയുന്നുണ്ടാവില്ല. ഇന്ന് നമ്മളെ ഹാനിന്റെ ബർത്ത്ഡേ ആയിരിക്കും, ഇന്നാണ് പറ്റിയ ദിവസം എന്ന് അറിയുന്നത് കൊണ്ടായിരിക്കും അവൾ ഇന്നലെ ഒന്നും പറയാണ്ട് നിന്നിട്ടുണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ പറയും ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്തോളൂ, നീ എൻ്റെ കൂടെ കണ്ണു അടിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ അവൻ ഓക്കെ പറയുന്നുണ്ടാവും. അവിടുന്ന് ഇറങ്ങുന്നതിനും കട്ടി മുന്നേ അവളാണെങ്കിൽ ലീലിക്കും നമ്മളെ ടൂനും മെസ്സേജ് അയച്ചിട്ട് ഞാൻ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ, നിങ്ങളും അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടാവുക. ഇതേ ടൈമായിരിക്കും നമ്മളെ ലീലിനെ കാണിക്കുന്നുണ്ടാവുക. ഈ ഒരു വോയിസ് മെസ്സേജ് കേട്ടോണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും ആരോ ഒരാൾ ബെല്ലടിക്കുന്നുണ്ടാവുക. നോക്കുമ്പോൾ ആരായിരിക്കും, കണ്ണടി ആയിരിക്കെ. ഓൾറെഡി ഇവക്ക് ചെറിയൊരു ദേഷ്യം നമ്മളെ കണ്ണടേനോട് ഉണ്ടല്ലോ. കണ്ണടി ആണെങ്കിൽ പറയും എൻ്റെ മോക്കാണെങ്കിൽ നിന്നെ കാണണമെന്ന് പറഞ്ഞിന്, അവക്ക് നിന്നെ കാണാൻ പറ്റുമെന്ന് ചോദിക്കേ. നമ്മളെ പെണ്ണ് അതിന് വലിയ മൈൻഡ് ആക്കാണ്ട് നിൽക്കുന്ന അതേ ടൈമായിരിക്കും അവൻ്റെ മോളായിട്ടുള്ള ബെയ് ആണെങ്കിൽ വീഡിയോ കോളിൽ വന്നിട്ട് നമ്മളെ പെണ്ണിനോട് പറയുന്നുണ്ടാവുക ഇങ്ങനെ പാരൻസ് മീറ്റിംഗ് ഉണ്ട്, എപ്പോൾ അച്ഛൻ ഒറ്റക്കാന്ന്, ഇന്നത്തെ മീറ്റിങ്ങിന് ആൻറ്റിയും കൂടി വരുമോ പ്ലീസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ലീക്ക് വേറൊന്നും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ലീ ആണെങ്കിൽ ടൂനോട് ഞാൻ ഇന്ന് വരുന്നില്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തോന്നു പറയുന്നുണ്ടാവേ. ഇതേ ടൈം കണ്ണ് പൂട്ടിക്കൊണ്ട് നമ്മളെ ഹാനിനെയും കൂട്ടിയിട്ട് എപ്പാന്നോ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഇവർ പരസ്പരം കണ്ടത് ആ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ടാവേ. എന്നിട്ട് അവളെ ഫോണിൽ ഇവന്റെ കൈമിലത്തെ പോലത്തെ ഒരു ഫോട്ടോ ഉണ്ടാവുമായിരിക്കും. ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അവന് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവന് ഒറ്റക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവള് പറഞ്ഞു കൊടുക്കണ്ടേ. അവളാണെങ്കിൽ പറയും ആ ഒരു ഫോട്ടോ മാറ്റി
മര്യാദയ്ക്ക് നോക്കിയാൽ അതിൻ്റെ പിന്നിൽ നിങ്ങളെ കണ്ട നിനക്ക് ആ ഒരു ബർത്ത്ഡേൻ്റെ ഒന്ന് ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തന്നതാണെന്ന് പറയേ. അത് നമ്മളെ ചെക്കന് ഭയങ്കര സർപ്രൈസ് ആയിരിക്കും. അവനാണെങ്കിൽ പറയുന്നുണ്ടാവും, അതായത് അന്നത്തെ ബർത്ത്ഡേക്ക് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു ഒരു കുട്ടി അത് നിനക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നേന്ന്. അത് ഇവളാണെന്ന് ഇവനും അറിയില്ല ഇവക്കും അറിയില്ല. പക്ഷേ ഇവർ രണ്ടാളും അതിപ്പം മനസ്സിലാക്കുന്നുണ്ടാവേ. അതിൻ്റെ സന്തോഷത്തിൽ രണ്ടാളും ഇതുപോലെ ഹഗ് ചെയ്തിട്ട് നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ ആരല്ലോ പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മളെ സോൾമേറ്റിനെ നമ്മൾ പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അതുപോലത്തെ ഒരു സംഭവം ഉള്ളതാണെന്നും അറിയില്ല, പക്ഷേ അതുപോലത്തെ ഒരു സംഭവം. ഹഗ്ഗെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഹാൻ ആണെങ്കിൽ പറയും ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുക. അതേ ടൈം സിങ് ആണെങ്കിൽ പറയും പിള്ളേരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ലേ, പിന്നെ എന്നാ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും അവർക്ക് ഇന്നത്തെ ട്രീറ്റ് എൻ്റെ വകയാണ്, വാ നമുക്ക് പോകാമല്ലോ, ഞാൻ അവരോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണും ഹാപ്പി ആകുകയും. ഇതേ ടൈം ഇതൊന്നും അറിയാണ്ട് ഹാനിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടിയിട്ട് നമ്മളെ ലിഞ്ചു ആണെങ്കിൽ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവേ. അതേ ടൈം ആയിരിക്കും ഹാനിൻ്റെ മെസ്സേജ് കാണുന്നുണ്ടാവും. നമ്മളെ ലിഞ്ചക്ക് ദേഷ്യം പിടിക്കും. അതിനെയും കാട്ടി ദേഷ്യം പിടിക്കും. കാരണം ലീലി ഇല്ല, ഹാൻ ഇല്ല, സിങ് ഇല്ല, പിന്നെ ഇവർ രണ്ടാളൊന്നും ആഘോഷിക്കേണ്ടത് ആ ഒരു കാര്യമായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ഇതേ ടൈം നമ്മളെ ലിഞ്ചേൻ്റെ മുഖത്ത് ഒരു കുരുട്ടത്തരം തിരിയുന്നുണ്ട്. എന്തോ ഒന്ന് ഒപ്പിക്കാൻ പോകുന്നെന്ന് മാത്രം നമുക്ക് മനസ്സിലാകുകയും അവനാണെങ്കിൽ പറയും എനിക്ക് നടുവേദനിക്കുന്നത് പറയും. നമ്മളെ ടൂനാണെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അവളാണെങ്കിൽ പറയും എന്നാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും വേണ്ട 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 വേണ്ട, ബാറിൻ്റെ ആ ഒരു സൈഡിൽ മെഡിസിൻ ഉണ്ടാവും, നീ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരുമോ എന്ന് ചോദിക്കുക. അങ്ങനെ അവളെ അവിടുന്ന് പറഞ്ഞേച്ചിട്ട് ഇവനാണെങ്കിൽ അവിടെ ഡെക്കറേറ്റ് ചെയ്ത സാധനങ്ങൾ മൊത്തം ഇതുപോലെ താത്തിയിടുന്നുണ്ടാവേ. എന്നിട്ട് അവൾ വരുന്ന ടൈം അവനാണെങ്കിൽ പറയും എൻ്റെ നടുവേദനയൊക്കെ പോയി അങ്ങോട്ടേക്ക് നോക്കുന്നെന്ന് പറയും. സംഭവം അവനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്തതായിരിക്കും. എന്നാൽ ഐ ലവ് TXN എന്നിട്ട് പറഞ്ഞായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ നീ എന്നാടെ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയൂ നിനക്കൊരു കാര്യം അറിയാം, നമ്മൾ ഈ ഒരു ബാറിൻ്റെ പേരെന്ന് വെച്ചാൽ സോർ ആൻഡ് സ്വീറ്റ് എന്നാണ്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം ലെമൺ എന്നാണ്. ലെമൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാണെന്ന് പറഞ്ഞു തരണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുന്ന അതേ ടൈം അവളാണെങ്കിൽ ഇതുപോലെ പൊത്തിട്ടാണെങ്കിൽ പറയും നമ്മൾ ഫ്രണ്ട്സ് മാത്രമാണ്, അതിൽ കൂടുതൽ ക്ലോസ് ആകണമെങ്കിൽ നമുക്ക് ബ്രദറും സിസ്റ്ററും ആകാം, അതിൻ്റെ അപ്പുറത്ത് എന്നെ കൊണ്ട് ക്ലോസ് ആകാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ ചമ്മി നാറി ശശിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും അവൻ്റെ അവസ്ഥ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനെയും കൂട്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നതായിരിക്കും. എപ്പോൾ നമ്മളെ ചെക്കൻ വരുന്നൊരു റെസ്റ്റോറൻ്റ് ആയിരിക്കും, അവിടുത്തെ ഫുഡും അടിപൊളിയായിരിക്കും. എന്നാലായിരിക്കും അവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ടാവുക. ഇവൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഒരു ദിവസം ഇവനാണെങ്കിൽ ഇവൻ്റെ ഡ്രൈവറെ കണ്ണും വെട്ടിച്ചിട്ട് എവിടെയൊന്നും ഇല്ലാണ്ട് നടന്നിട്ടുണ്ടാവേ. അതേ ടൈം അവന് വിശപ്പ് സഹിക്കാൻ പറ്റാണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും കയറിയിട്ടുണ്ടാവുക. ഇവൻ്റെ കൈമിൽ പൈസയും ഇല്ല. പക്ഷേ ഈ ഒരു റെസ്റ്റോറൻറ്റിലത്തെ ഓണർ ആണെങ്കിൽ ഇവന് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഇവൻ എപ്പോൾ എല്ലാം നമ്മളെ ചൈനയിലേക്ക് വരുന്നു എന്നാലും മൊത്തം ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടായിരിക്കും ഫുഡ് കഴിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ പറയുന്നുണ്ടാവേ. അത് മാത്രമല്ല ഇവർ പണ്ട് പോയൊരു വില്ലേജ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഒരു പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത ആ ഒരു വില്ലേജിനെ കൊണ്ട് നമ്മളെ പെണ്ണിന് ഇപ്പോൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ആ വില്ലേജ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല എന്ന് പറയേ. അതേ ടൈം അവനും പറയും എനിക്കൊരിക്കലും മരിക്കാൻ പറ്റൂല എന്നല്ല, എനിക്കൊരിക്കലും മറക്കാൻ പറ്റൂല. എൻ്റെ അച്ഛനും അമ്മയും മരിച്ച സ്ഥലമാണ് അത്. അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അന്ന് അവിടെ കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ അച്ഛനും അമ്മയും മരിക്കൂലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവേ. ഇതൊക്കെ നമ്മളെ പെണ്ണിനെ കേട്ടിട്ട് എന്ത് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും പണ്ടത്തെ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ട് നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, ഇപ്പം നിൻ്റെ കൂടെ ഞാനില്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒപ്പരം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അവനും ഒരുപാട് സന്തോഷമാവും. ഇതേ ടൈമിൽ നമ്മൾ ലീ ആണെങ്കിൽ ബെയിനി മുറക്കിയിട്ട് കണ്ണടേൻ്റെ അടുത്ത് വരികയും കണ്ണടേനോട് അവൾക്ക് ഇപ്പോൾ ദേഷ്യമായിരിക്കും, എന്നാലും അവൾ പോകുന്നതെന്ന് പറയാണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും. പക്ഷേ കണ്ണടക്കാണെങ്കിൽ ബെയ്യും ഇവളും തമ്മിലത്തെ ഒരു കോംബോ കണ്ടിട്ട് പിന്നെയും ഇവളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകാൻ താല്പര്യം ഉണ്ടാവേ. എന്നിട്ട് അവനാണെങ്കിൽ പറയും ഇത്ര കാലം എനിക്ക് എല്ലാത്തിനോടും പേടിയായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാത്തിനോടും ഒരു വിശ്വാസമുണ്ട്, എന്നും നമുക്ക് പണ്ടത്തെ പോലെ ആയാലോ എന്നൊന്ന് പറഞ്ഞിട്ട് അവളെ ഇതുപോലെ ഉമ്മ വെക്കാൻ നിൽക്കുന്നേരം അവളാണെങ്കിൽ പറയും എന്നാണോ നീ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഞാനും നിന്നോട് തിരിച്ച് ബിഹേവ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പോകുന്നുണ്ടാവുക. അതായത് ഇവൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ചിട്ട് ഇവൾ സ്നേഹിക്കണോ വേണ്ടെന്നുള്ള കാര്യം ഇവൾ
ഇവള് തിങ്കാക്കാന്നായിരിക്കും ഇവള് പറയുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് ലീയും സിങ്ങും ആണെങ്കിൽ നമ്മളെ കുയിലിന്റെയും മീന്റെയും കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നടന്നു വരുന്നേരം ഷെങ്ങും അവിടെയുള്ള റിസപ്ഷനിസ്റ്റും ആണെങ്കിൽ എന്തെല്ലോ സംസാരിക്കുന്നതായിരിക്കും. ഇവരെ കണ്ടവിടെ അവര് രണ്ടാളും എന്തെല്ലോ പറഞ്ഞിട്ട് അവിടുന്ന് മുങ്ങുന്നുണ്ടാവും. നമ്മളെ ലീ പോയിട്ട് ഷെങ്ങിനോട് എന്നാ സംഭവം എന്ന് ചോദിക്കുന്നേരം ഷെങ് ആണെങ്കിൽ പറയോ ആ ഒരു വേയില്ലേ അവളാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിട്ടാണെങ്കിൽ പറയോ നിങ്ങളെ ബോസ് ആയിട്ടുള്ള സിങ് ആണെങ്കിൽ അത്ര നല്ല പെണ്ണൊന്നുമല്ല, എനിക്ക് എന്താണോ പറ്റിയത് അത് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവേ. ഷെങ് ആണെങ്കിൽ പറയും എനിക്ക് സിങ് എങ്ങനെയാന്നുള്ള കാര്യം നല്ലോണം അറിയാം, പക്ഷേ ബാക്കിയുള്ളവർ അവരെങ്ങനെ ഈ ഒരു സംഭവം എടുത്തെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയും. ഇതേ ടൈമിൽ ലീ ആണെങ്കിൽ പറയും വേറെ ആരും അവളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നീ അവളെ മനസ്സിലാക്കണം, കാരണം ഈ ഒരു കമ്പനി വളർത്തി കൊണ്ടുവരുന്ന ടൈം നീയും അവളെ കൂടെ ഉണ്ടായിട്ടില്ലേ, അവൾ എത്രത്തോളം ഹാർഡ് വർക്കിൽ ചെയ്തിരുന്നത് നിനക്കറിയില്ലേ, അതുകൊണ്ട് എപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെ എന്നും തുടരണമെന്ന് പറയാം. നമ്മൾ ഷെങ് ആ ഒരു കാര്യത്തിന് ഓക്കെ പറയൂ. കുറച്ച് കഴിയുന്നവരായിരിക്കും ഇവരെ ഓഫീസിലേക്ക് സൂ വരുന്നുണ്ടാവുക, ഒരു പോസ്റ്റ് എടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതും ആ ഒരു വേ ഇട്ട പോസ്റ്റ്, അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു കമ്പനി തുടങ്ങി, പക്ഷെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു കമ്പനിയിൽ നിന്ന് എന്നെ ചവിട്ടി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരിക്കും. ഇത് കാണുമ്പോൾ നമ്മൾ സിങ്ങിന് ദേഷ്യം വരും. കാരണം എന്ന് വെച്ചാൽ ഇത്ര നേരം ഇവരുള്ളിൽ മാത്രമായിരിക്കും ഈ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവുക, ഇപ്പൊ പുറത്തെന്ന് വെച്ചാൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവേ. നമ്മളെ പെണ്ണിന് ദേഷ്യം വന്നിട്ട് അവക്ക് ഞാൻ പബ്ലിക്കായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ നോവല് പോലെ എഴുതി വെക്കുന്നുണ്ടാവേ. എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമായിരിക്കും അവക്കാണെങ്കിൽ വേൻ്റെ കൂടെ അവൾ എത്ര കാലം എങ്ങനെയെന്നുള്ള കാര്യം ഓർമ്മ വരുന്നുണ്ടാവുക. നമ്മളെ ഇവളെ ചതിച്ച പോലെ ഇവളും അങ്ങോട്ടേക്ക് റിവെഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അതുകൊണ്ടിട്ട് നമ്മൾ സിങ് ആണെങ്കിൽ ആ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. എന്നിട്ട് അവളാണെങ്കിൽ നമ്മളെ സൂനോട് എല്ലാവരോടും 3 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയുന്നുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ പറയും നമുക്ക് ഇനി ഒരൊറ്റ റിവെഞ്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അത് റിവെഞ്ച് അല്ല നമ്മളെ കമ്പനിയിലത്തെ പ്രൊമോഷനാണ്, നമുക്ക് ഇതുവഴി നമ്മളെ കമ്പനീനെ പ്രൊമോഷൻ ചെയ്യണം. അതായത് നമ്മളെ കമ്പനിക്കായിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുക, ആ ഒരു അക്കൗണ്ടിൽ നമ്മളെ കമ്പനി എങ്ങനെയാണോ വളർന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന് എത്രത്തോളം സക്സസ് റേറ്റ് ഉണ്ട്, ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഇടണം എന്ന് പറയൂ. ഈ ഒരു കാര്യത്തിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. കാരണം എന്നാൽ നമ്മളാണെങ്കിൽ നമ്മളെ കമ്പനീനെ കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളാണെങ്കിൽ വെയിനെ കുറ്റപ്പെടുത്തുന്നില്ല, നമ്മളെ കമ്പനീനെ പ്രൊമോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കമ്പനിയിൽ വന്നത്, ഇവർ ഫസ്റ്റ് എവിടെയാണ് കമ്പനി തുടങ്ങിയത്, ആ ഒരു കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ വലിയ കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ പെണ്ണ് പറയുന്നുണ്ടാവുക. ഈ ഒരു കാര്യത്തിന് എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടാവേ. ആ ഒരു കമ്പനിയിലത്തെ ഒരു സ്റ്റാഫ് മാത്രം കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് ആണെന്ന് ആയിരിക്കൂലേ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവുക. അത് തന്നെ ആയിരിക്കും നമ്മളെ സിങ്ങിന്റെയും ഉദ്ദേശം. ഇവക്ക് വേണ്ടിയിട്ട് ഇവളെ ടീം മൊത്തം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മളെ പെണ്ണിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ടാവേ. അതായത് എന്താ പറയാ, നമ്മൾ ഒരു മരത്തിലത്ത് ഒരു ചെടി കൊഴിഞ്ഞാലും ബാക്കിയുള്ള ചെടികളൊക്കെ മരത്തിലുണ്ടല്ലോ, ചെടികളല്ല എലിയൊക്കെ മരത്തിലുണ്ടല്ലോ, അതായിരിക്കും. എങ്ങനെയുണ്ടെന്ന് ഉപമ, അടിപൊളിയല്ലേ? ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാവരും അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണ് ഇപ്പോൾ ആ ഒരു കമൻറ്റൊക്കെ വായിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ടാവും. കാരണം കുറേ ബാഡ് കമൻറ്റ്സ് പിന്നെയും വരുന്നുണ്ടാവേ. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നമ്മളെ ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അവനാണെങ്കിൽ പറയും ഇങ്ങനെ കമൻറ്റൊക്കെ നോക്കി സങ്കടപ്പെടാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, നീ എൻ്റെ കൂടെ വന്നെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് ഇവരെ റൂഫ് ടോപ്പിലത്തെ ഫസ്റ്റത്തെ ഓഫീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവേ. അവിടെ എത്തിയപാട് അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, എല്ലാരെ പോലെയും ഇവിടെ ഫസ്റ്റ് ടൈം വന്നപാട് ഈ ഒരു സിറ്റി എനിക്കും ഒരുപാട് സ്ട്രേഞ്ച് ആയിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ ഈ സിറ്റി എനിക്ക് എന്തെല്ലോ തന്ന പോലത്തെ ഒരു ഫീലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ടാവേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നമ്മളൊരു സക്സസ്സിൽ എത്തേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വരും, അത് ഞാനായാലും നീ ആയാലും, പക്ഷേങ്കിൽ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടാവേ. അവൻ്റെ ആ ഒരു ആശ്വാസം അവൾക്ക് ഒരു ടൈം കിട്ടി എന്താ പറയുക, മീൻസ് നമുക്ക് കിട്ടിയൊരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അവളും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ആ ഒരു ടൈം അവൻ്റെ കൂടെ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ ഹാൻ ആണെങ്കിൽ അവൻ എപ്പോൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന ടൈമായിരിക്കും നമ്മളെ കണ്ണടിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. കണ്ണട വരുന്നവരായിരിക്കും നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ടാവുക, ആ ഒരു വേക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയിലും ജോബ് കിട്ടുന്നുണ്ടാവില്ലേ. അതുമാത്രമല്ല അവൾ യൂസ് ചെയ്ത യുവാൻ വരെ അവളെ അടിച്ചു പുറത്താക്കിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെ അവളെ നശിപ്പിച്ചൊരവസ്ഥയിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കും അവൾ നിൽക്കുന്നുണ്ടാവുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഹാനിനോട് പറയുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും അവൾക്ക് എന്താണോ കിട്ടേണ്ടത് അതാണ് അവൾക്ക് കിട്ടിയത്, ആ ഒരു കാര്യങ്ങളൊക്കെ വിട്, ഞാൻ പറഞ്ഞ സംഭവം എന്തായി
എന്ന് ചോദിക്കുക. കണ്ണടയാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മളെ ചെക്കൻ്റെ മുന്നിൽ വെക്കും. സംഭവം എന്നായിരിക്കും, നമ്മളെ ചാങ്ങും യുവാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കണ്ണടനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടാവേ. ആ ഒരു കാര്യത്തിൽ ബന്ധം ഉണ്ട് എന്നുള്ളൊരു ഫോട്ടോ ആയിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ ഹാൻഡിന്റെ മുന്നിൽ വെക്കുന്നുണ്ടാവുക. ആ ഒരു ഫോട്ടോ കണ്ടപാട് നമ്മളെ കണ്ണടയാണെങ്കിൽ പറയും, നീയും ആ ഒരു ഹാൻഡ് ഹൈ കമ്പനിയും തമ്മിലത്തെ ബന്ധം നീ ഉറപ്പായിട്ട് സിങ്ങിനോട് പറയണം. ഇൻ കേസ് ഏതെങ്കിലും വഴി അത് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്ന് പറയും. അതായത് ഈ ഒരു ഹാൻഡ് ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ നമ്മളെ ഹാന ഇൻവെസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം സിങ്ങിന് അറിയില്ലായിരിക്കും. ആ ഒരു കാര്യം പറയണമെന്നായിരിക്കും നമ്മളെ ചെക്കൻ പറയുന്നുണ്ടാവുക. നമ്മളെ ഹാനിന് ആ ഒരു കാര്യം സിങ്ങിനോട് പറയണമെന്നുണ്ട്. പക്ഷെ പറ്റൊരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം നമ്മളെ ഹാൻ കണ്ണടനോട് പറയൂ. അങ്ങനെ ആ ഒരു ദിവസം എത്തുകയാണ് ഗോയ്സ്, നമ്മളെ ഈന്റെയും ക്യൂസീന്റെയും കല്യാണം. ഞാൻ ഇടക്കിടക്ക് ക്യൂസീനെ കുയിലി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട്, പക്ഷെ നിങ്ങൾക്ക് ആരെന്നൊന്നും മനസ്സിലായില്ലല്ലോ. അവര് രണ്ടാളെയും കല്യാണത്തിന്റെ ദിവസത്തെ അവിടെയാണെങ്കിൽ നമ്മളെ കണ്ണട ഉണ്ടാവും, സൂ ഉണ്ടാവും, ലീ ഉണ്ടാവും, സിങ് ഉണ്ടാവും, ഹാൻ ഉണ്ടാവും, ടു ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവേ. അങ്ങനെ അവരാണെങ്കിൽ പരസ്പരം അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇത് കാണുമ്പോൾ നമ്മളെ പെണ്ണിന്റെ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ട് നിൽക്കുകയും നമ്മളെ ഹാൻ ആണെങ്കിൽ അവളെ കൈ പിടിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും ഇത് ആനന്ദ് ആസ്ലുവാണെന്ന് പറയും. എന്ത് പറഞ്ഞാലും അവൾക്ക് സങ്കടം ഉണ്ടാവില്ലേ, 3 വർഷം ഒപ്പരം ജീവിച്ചതാണല്ലോ, അതിന്റെ പെയിൻ എന്തായാലും അവൾക്ക് ഉണ്ടാവേ. അവളെ സങ്കടം കണ്ടിട്ട് നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും നമുക്കിങ്ങനെ പുറത്ത് നടക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. ബാക്കി എല്ലാവരും ആ ഒരു ബൊക്കയില്ലേ, ഇവരെ സംഭവത്തിൽ ആ സംഭവമില്ലേ ഇങ്ങനെ ബൊക്ക ബാക്കോട്ടേക്ക് എറിഞ്ഞിട്ട് വാങ്ങുന്നത്, ആ സംഭവത്തിന് പോകുന്നുണ്ടാവേ. കറക്റ്റ് ആയിട്ട് ആ ഒരു ബൊക്കയാണെങ്കിൽ നമ്മളെ ലീക്ക് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ലീ ഭയങ്കര ഹാപ്പിയിൽ നമ്മളെ കണ്ണടേൻ്റെ അടുത്ത് വന്നിട്ടാണെങ്കിൽ പറയും, ഈ ഒരു മാരേജ് ഒക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാവുന്നത്. നമ്മൾ എവിടുന്ന മാരേജ് ചെയ്യാൻ പോകുന്നത്, ചർച്ചിൽ നിന്നാണോ അല്ലെങ്കിൽ ബീച്ചിൽ നിന്നാണോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വെഡിങ് ആണോ, അങ്ങനെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ടാവേ. ഈ സംസാരങ്ങളൊക്കെ നമ്മൾ സൂം കാണുന്നുണ്ടാവും, അവൻ്റെ ഹൃദയമാണെങ്കിൽ തകരുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും നമ്മളെ കണ്ണടയാണെങ്കിൽ പറയുന്നുണ്ടാവുക നമ്മൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയേ. അത് നമ്മളെ പെണ്ണിന് ഭയങ്കര ഷോക്കായിരിക്കും. കണ്ണടയാണെങ്കിൽ പറയും ഒരിക്കൽ ഞാൻ കല്യാണം കഴിച്ച് ഇനി ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ജീവിതകാലം മൊത്തം നമ്മൾ ഒപ്പരായിരിക്കും എന്ന് പറയേ. ഇത് നമ്മളെ ലീക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അവളാണെങ്കിൽ പറയും ഓ നിന്റെ ഇഷ്ടത്തിന് നീ എങ്ങനെയാ പറയുന്ന രീതിയിൽ ഞാൻ നിന്റെ കൂടെ ജീവിതകാലം മൊത്തം ജീവിക്കണം, അത് നിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്രം, എന്നെ കൊണ്ടത് പറ്റൂല, നീ നിന്റെ ലൈഫ് ഹാപ്പി ആയിട്ട് ജീവിച്ചോ, ഞാനായിട്ട് നിനക്കൊരു ഹാർഡ് ടൈം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകും. ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്ത് പറഞ്ഞാലും ലീൻ്റെ കൂടെയാണ്, കണ്ണട എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. നമ്മൾ സൂം ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷേ അവൻ ഇടപെടാനുള്ള ഒരു അവകാശം ഉണ്ടോന്ന് അറിയാത്തത് കൊണ്ട് അവൻ ഇടപെടുന്നുണ്ടാവില്ല. നമ്മൾ 2 ആണെങ്കിൽ ഇതിലൊന്നും ഇല്ലാണ്ട് അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുത്തോട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ ചെക്കൻ വിളിക്കുന്നുണ്ടാവുക. അവൻ വിളിച്ചിട്ട് എനിക്ക് എപ്പം നിന്നെ കാണാൻ പറ്റും, ഇപ്പം എൻ്റെ ബാറിലേക്ക് വാന്നെന്ന് പറയേ. അവളാണെങ്കിൽ ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്ക് വരാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐഡിയോൾ ആയിട്ടുള്ള ഡാഷ് എവിടെയുണ്ട്, അവനെ കാണണമെങ്കിൽ വന്നോന്നു പറയേ. അത് കേൾക്കലും വേറൊന്നും തിങ്കാക്കണ്ട അവൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ. അവിടെ എത്തിയിട്ട് നമ്മളെ ലിഞ്ചനെ മൈൻഡൊന്നും ആക്കുന്നുണ്ടാവില്ല, ആ പാട്ട് ആസ്വദിച്ചോട് നിൽക്കുന്നതായിരിക്കും. ലിഞ്ച് എന്തെല്ലോ പറയാൻ നിൽക്കുന്നേരം അവളാണെങ്കിൽ മൈൻഡ് ആക്കുകയേയില്ല. ആ ഒരു ഡാഷുവിന്റെ പാട്ട് കഴിയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ലിഞ്ചനോട് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറയേ. അവനാണെങ്കിൽ 2 ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഒരു സെൽഫി എടുക്കുന്നുണ്ടാവും. ആ ഒരു ഡാഷ് അവിടുന്ന് പോകുമ്പോൾ ഇവൾ ഈ ഒരു ഫോട്ടോസൊക്കെ നോക്കുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവർ രണ്ടാളുള്ള ഫോട്ടോ ആണെങ്കിൽ ഇവൻ എടുത്തിട്ടുണ്ടാവില്ല, ഇവരെ സെൽഫി മാത്രമായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അവൾ അതിന്റെ പേരിൽ എന്തെല്ലോ പറഞ്ഞ് തച്ച് മരിച്ചോട് നിൽക്കുന്നവരായിരിക്കും. നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ ഇഷ്ടം പിന്നെയും പറയുന്നുണ്ടാവുക, പക്ഷേ അവളാണെങ്കിൽ പറയും എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാനേ പറ്റൂല എന്നൊന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. പക്ഷേ നമ്മളെ ലിഞ്ച വിടാൻ തയ്യാറായിരിക്കില്ല. അവനാണെങ്കിൽ മനസ്സിൽ പറയൂ എൻ്റെ പുവർ ലവ് ഇല്ലേ അത് ഞാൻ നിനക്ക് തെളിയിച്ച് തരുവടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് നിൽക്കുന്നുണ്ടാവും. തെളിയിക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ കാണുന്നത് അടിച്ച് പാമ്പായിട്ട് വരുന്ന നമ്മളെ ലീനിയായിരിക്കെ. അവളെ കാത്തിട്ട് ആ ഒരു കണ്ണടിയും അവിടെ ഉണ്ടായിരിക്കും. അവനാണെങ്കിൽ പറയൂ നീ എന്താ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വന്നത്, അതുമാത്രമല്ല നീ എന്തിനാ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിക്കുന്നതെന്ന് ചോദിക്കുക. അവൾ ഒരു മറുപടിയും പറയുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ പറയും അന്ന് ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ എൻ്റെ ഫീലിങ്സ് മാത്രമേ നോക്കിയിട്ടുള്ളൂ, നിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് ഈ ഒരു റിങ് മാത്രമേ നിനക്ക് തരാനുള്ളൂ, നിനക്കൊരു ഫാമിലി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു റിങ് നീ സ്വീകരിക്കണം എന്ന് പറയേ. അവൾക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട്, അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ പറയും എനിക്ക് നിന്റെ അടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ബ്രേക്കപ്പ് ചെയ്യുക അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് നടന്നിട്ട് പോകുന്നുണ്ടാവും. അവളത് പറഞ്ഞാൽ ഒരു തെറ്റൂല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കും ഒരു ഫാമിലി വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. അവളെ അമ്മയാണെങ്കിൽ അവളെ മര്യാദക്ക് നോക്കുന്നില്ല, അവൾക്ക് അച്ഛനില്ല, ഇവനും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻസ് അവളെ ഫീലിങ്സ് ഞാൻ പറയണ്ടല്ലോ.
അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ഹാനും ആ ഒരു ഹാൻഡ് ഹൈ കമ്പനീൻ്റെ അടുത്ത ബോസും തമ്മിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മളെ പെണ്ണിന് ഒരു പുതിയ പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. പൈനിയർ പ്രൊജക്റ്റ് എന്നായിരിക്കും ആ ഒരു പ്രൊജക്റ്റിൻ്റെ പേര്. അങ്ങനെ തന്നെ പ്രൊണൗൺസിയേഷൻ തോന്നി ഞാൻ ഇവിടെ എഴുതി കാണിച്ചേരെ. അതേ സെയിം പ്രൊജക്റ്റിൻ്റെ കാര്യം നമ്മളെ ഹാൻഡ് ഹൈ കമ്പനിക്കും കിട്ടിയിട്ടുണ്ടാവും. അതേ ടൈം ഇയാളാണെങ്കിൽ പറയൂ, എനിക്കറിയാം ആ ഒരു സിങ് ആണെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട് എന്ന്, ഞാൻ അവർക്കെതിരെ മത്സരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ലല്ലോ എന്നൊന്നും ചോദിക്കുക. അതേ ടൈം ഹാൻ ആണെങ്കിൽ പറയൂ, അന്നൊരു ദിവസം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ലേ നിങ്ങളെ കമ്പനിയും നമ്മളെ സിങ്ങിൻ്റെ കമ്പനിയും തമ്മിൽ മെർജ് ചെയ്തിട്ട് ഒറ്റ കമ്പനി ആക്കിയിട്ട് മാറ്റിയാലോ എന്ന്. ആ ഒരു കാര്യം ഞാൻ ഇപ്പോൾ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നായിരിക്കും എന്ന് ചോദിക്കും. അതേ ടൈം ഈ ഒരു ബോസ് ആണെങ്കിൽ അതിൽ 100% ഓക്കെ ആയിരിക്കും. അയാളാണെങ്കിൽ പറയും, ഞാനിപ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിന് പോകുന്നുണ്ട്, ആ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകുന്നുണ്ടാവും. ഇതേ ടൈം നമ്മൾ സിങ്ങിൻ്റെ അടുത്ത് സൂ വരുന്നുണ്ടാവേ. അതായത് ഇവർക്ക് കിട്ടിയ അതേ പ്രൊജക്റ്റ് തന്നെ ഈ ഒരു ഹാൻഡ് ഹൈ എന്ന് പറഞ്ഞ കമ്പനിക്ക് കിട്ടീന്. അത് മാത്രമല്ല അവരെയായിരിക്കും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഇവരെയാണെങ്കിൽ ഓൾറെഡി ക്വാളിഫൈ ചെയ്തതായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു ഹാൻഡ് ഹൈ കമ്പനി അപ്രൂവ് ചെയ്തതുകൊണ്ട് ആ ഒരു പൈനിയർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിന് അവരെയായിരിക്കും ഇപ്പൊ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഇവരെ ഡിസ്ക്വാളിഫൈ ആക്കിയിട്ടുണ്ടാവും. ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. അതേ ടൈം സിങ് ആണെങ്കിൽ പറയും, എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവില്ലേ, ഇതിനും ഒരു റീസൺ ഉണ്ടാവും, നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന അതേ ടൈം ആയിരിക്കും ഇവരെ സ്റ്റാഫ് വന്നിട്ട് നമ്മളെ പെണ്ണിനോട് ചാങ് നമ്മളെ സിങ്ങിനെ കാണാൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ടാവുക. സിങ് ആണെങ്കിൽ ആ ഒരു ചാങ്ങിനെ കാണാൻ പോകും. സൂ എന്തിനാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സിങ് ആണെങ്കിൽ പറയും, എനിക്കും അറിയില്ല, അവനോട് ഞാൻ സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയൂ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ചാങ്ങിനെ കാണാൻ പോകുക. ചാങ് ആണെങ്കിൽ ഭയങ്കര നൈസായിട്ടായിരിക്കും ഇവളോട് പെരുമാറുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സോറി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവൻ്റെ കുരുട്ടത്തരം നമ്മളെ സിങ്ങിന് നല്ലോണം അറിയുന്നത് കൊണ്ട് തന്നെ അവളും അതേ ഒരു രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ഓഫർ നമ്മളെ പെണ്ണിൻ്റെ മുന്നിൽ വെക്കും. പക്ഷേങ്കിൽ അവളാണെങ്കിൽ ഹാനിനെ വിട്ടിട്ട് ഒരു ഓഫറിനും ഞാൻ പോകൂല എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അതേ ടൈം ചാങ് ആണെങ്കിൽ പറയൂ, ഒരു ബിസിനസ് വുമൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആരുമായിട്ടെങ്കിലും ഇഷ്ടത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടത്തിൽ വരുന്നുണ്ടാവുക. നീ നിൻ്റെ റിലേഷൻഷിപ്പും നിൻ്റെ വർക്കും ഒരുപോലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ വർക്കിലായിരിക്കും നഷ്ടം വരിക. ആ ഒരു ഹാനിന് ഒരു നഷ്ടം വരാനിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലോ പറയുന്നുണ്ടാവേ. നമ്മളെ പെണ്ണിവൻ പറയുന്ന കാര്യത്തിനെ കൊണ്ട് ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നുണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ ലീ സങ്കടപ്പെട്ടിട്ടിരിക്കുന്ന കണ്ടിട്ട് സൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് രാത്രി നമുക്കൊരു സിനിമക്ക് പോയാലോ എന്ന് ചോദിക്കുക. അവളാണെങ്കിൽ പെട്ടെന്ന് നീ ഇങ്ങനെ സിനിമക്ക് പോയാലോ എന്ന് ചോദിക്കുന്നേരം നമ്മളെ സൂ ആണെങ്കിൽ പറയും, ഒരു കോമഡി പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്, ആ ഒരു പടത്തിന് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ കുറച്ച് ഹാപ്പി ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മളെ പെണ്ണി ഈ ഒരു പ്രാവശ്യം അതിനെ സമ്മതിക്കുന്നുണ്ടാവേ. നമ്മളെ സൂവും ഭയങ്കര ഹാപ്പിയിലായിരിക്കും പുറത്തേക്ക് പോകുന്നുണ്ടാവുക. ഇതേ ടൈം ആ ഒരു ചാങ് ആണെങ്കിൽ നമ്മളെ സിങ്ങിനോട് സംസാരിച്ചതിന് ശേഷം നേരെ സാങ്ങിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവും. സാങ്ങും ഭയങ്കര സ്നേഹത്തിലായിരിക്കും ഇവനെ വെൽക്കമിങ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് അവനാണെങ്കിൽ പറയും, ഞാൻ നിനക്ക് കുറച്ച് മെസ്സേജ് അയച്ചനല്ലോ, അതിനൊന്നും നീ റിപ്ലൈ തരാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നേന്ന് പറയേ. അവൾ ഇപ്പായിരിക്കും ആ ഒരു മെസ്സേജ് ഒക്കെ നോക്കുന്നുണ്ടാവുക. ആ ഒരു മെസ്സേജിലാണെങ്കിൽ എന്തോ സംതിങ് കുറേ മീൻസ് ഓഫീസ് ഉണ്ടാവില്ലേ, ഓഫീസിന്റെ ഫോട്ടോസ് ഒക്കെ ആയിരിക്കും. ഇവളാണെങ്കിൽ ചോദിക്കും, ഞാനാണെങ്കിൽ എൻ്റെ റിവെഞ്ച് ചെയ്യാൻ തയ്യാറല്ല, പിന്നെ എന്തിനാ നീ എനിക്ക് ഇതൊക്കെ അയച്ചെന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും, നിന്റെ റിവെഞ്ച് അത് എൻ്റെതും കൂടിയാണ്. ആ ഒരു റിവെഞ്ച് ഞാൻ ഏകദേശം തുടങ്ങി വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനാണെങ്കിൽ ആ ഒരു സിങ്ങിനെ കണ്ടിന്, അവൾക്ക് ഞാൻ ഒരു ഓഫർ കൊടുത്തിന്, അത് അവളെ എടുക്കാൻ തയ്യാറൊന്നുമല്ല. പക്ഷേ അവളെ മൈൻഡിൽ ഞാൻ ഒരു കനൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയേ. അതേ ടൈം സാങ് ആണെങ്കിൽ പറയൂ, ഒന്നാമത് എനിക്ക് ഒരു കമ്പനി മാറണമെന്ന് ആഗ്രഹമില്ല, നീ ഇതുപോലത്തെ സംഭവമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല. പിന്നെ ആ ഒരു സിങ് ആണെങ്കിൽ ഹാനിനെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത്, നീ എന്ത് ഓഫർ കൊടുത്താലും ഹാനിനെ വിട്ടിട്ട് അവൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയേ. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും, ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ട, പക്ഷേ നമുക്കൊരു ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ടോ. നമ്മളെ സാങ്ങിന്റെ മൈൻഡിൽ എന്തല്ലോ കുരുടത്തരം ഉണ്ട്, അല്ല നമുക്ക് വരുന്ന വഴിയിൽ മനസ്സിലാക്കാം. ഇതേ ടൈം നമ്മളെ ലീ ആണെങ്കിൽ സൂവിൻ്റെ അടുത്ത് പോകാൻ നിൽക്കുന്നതായിരിക്കും. കണ്ണടി ആണെങ്കിൽ പിന്നെയും അവളെ വിളിക്കുന്നുണ്ടാവുക. നമ്മളെ സൂ ആണെങ്കിൽ പാവം ഭയങ്കര എക്സൈറ്റഡിൽ ഇവക്ക് കോഫിയൊക്കെ വാങ്ങിയിട്ട് നിൽക്കുന്നതായിരിക്കും. അവളാണെങ്കിൽ എനിക്കിങ്ങനെ പോകണമെന്ന് പറയുന്നുണ്ടാവുക. നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു കണ്ണടക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഹാ എന്ന് പറയേ. അവന് പിന്നെ സങ്കടമാകുന്നുണ്ടാവും. പക്ഷേ അവൻ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. സംഭവം എന്നായിരിക്കും, കണ്ണടയാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ചിട്ട് പാമ്പായിട്ട് ആ ഒരു ബാറിൽ കിടക്കുന്നുണ്ടാവേ. അവൻ്റെ ഫോണിൽ എമർജൻസി നമ്പറിൽ ഇവളെ നമ്പർ ആയതുകൊണ്ടായിരിക്കും അവരാണെങ്കിൽ ഇവളെ വിളിക്കുന്നുണ്ടാവുക. ഇവള് വന്ന
വന്നപാട് അവനാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ഫ്ലേർട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. അവൻ നമ്മളെ പെണ്ണാണെങ്കിൽ പറയൂ എനിക്കെന്താണോ ആഗ്രഹം ആ ഒരു ആഗ്രഹം നടക്കാണ്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നു പറയേ. എനിക്ക് നീ ഇല്ലാണ്ട് പറ്റൂല, പ്ലീസ് നീ എൻ്റെ കൂടെ നിൽക്കുന്നെന്ന് പറയുമ്പോൾ അവൾ ഓക്കെ പറയുന്നുണ്ടാവേ. അവനാണെങ്കിൽ ചോദിക്കും ശരിക്കും ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും നാളെ നീ എന്നെ കല്യാണം കഴിക്കുക, അപ്പോൾ നമുക്ക് ഒപ്പരം നിൽക്കാമല്ലോ എന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എന്ത് ചെയ്യും അവളെ കൈ വിടുന്നുണ്ടാവേ. അവൻ ഇവളെ കല്യാണം കഴിക്കാൻ പറ്റൂലായിരിക്കും, പക്ഷേ ഇവളെ കൂടെ ജീവിക്കണം, അത് അവൾക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഭാഗത്ത് നിൽക്കണ്ടേ? നിങ്ങൾ ആരെ ഭാഗത്ത് ഈ ഒരു കാര്യത്തിൽ കണ്ണടേണ്ടിയാണോ അല്ലെങ്കിൽ ലീൻ്റെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മൾ സു ആണെങ്കിൽ പെട്ടെന്ന് അവൻ്റെ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും. അവിടെയാണെങ്കിൽ ഒരു ഈനി എന്ന് പറഞ്ഞ പെണ്ണുണ്ടാവുമായിരിക്കും. അവളായിരിക്കും ഇവനെ വിളിച്ച് വരുത്തിയിട്ടുണ്ടാവുക. സംഭവം എന്നായിരിക്കും അവൾ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നേരം പെട്ടെന്ന് സ്ക്രീൻ ആണെങ്കിൽ ബ്ലാക്ക് കളറായി പോയിട്ടുണ്ടാവുക. ഇവളാണെങ്കിൽ പേടിച്ചിട്ടായിരിക്കും നമ്മളെ ചെക്കനെ വിളിച്ചിട്ടുണ്ടാവുക. അവനാണെങ്കിൽ വന്നിട്ട് ആ ഒരു സംഭവം ഇങ്ങനെ നന്നാക്കിക്കൊണ്ട് നിൽക്കുന്നേരം ഇവളാണെങ്കിൽ അവനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവക്ക് എന്തോര് കണ്ട് നമ്മളെ ചെക്കൻ്റെ മേത്തുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാൻ നിൽക്കുന്നേരം അവളാണെങ്കിൽ പറയൂ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുമാത്രമല്ല നിനക്ക് ആ ഒരു ലീനെ ഇഷ്ടം എന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ ഞാൻ എൻ്റെ ഫീലിങ്സ് പറഞ്ഞാലല്ലേ നിനക്ക് മനസ്സിലാവുള്ളൂ. നീ ഒരു ബോസിനെ പോലെ എന്നുള്ള എന്നോട് പെരുമാറിയത്, എന്നോട് മാത്രമല്ല ആരോടും നീ അങ്ങനെയല്ല പെരുമാറിയത്. എനിക്ക് നിന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്, നിനക്കെന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കൂ. അവനാണെങ്കിൽ പറയും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ അതൊരിക്കലും നീ തിങ്കാക്കുന്ന രീതിയിലല്ല, ഒരു കൊളീഗായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയേ. അതുമാത്രമല്ല എന്നെക്കൊണ്ട് ആലോചിച്ചിട്ട് വെറുതെ നിൻ്റെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ പണ്ട് നമ്മളെ ഇവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവനും ഓർമ്മ വരുന്നുണ്ടാവേ. പക്ഷേ അതൊന്നും ഇവനാണെങ്കിൽ ഇവളോട് പറയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയൂ ഒരാളോട് ഇഷ്ടം തോന്നുന്നെന്ന് വെച്ചാൽ അതത്ര വലിയ തെറ്റൊന്നുമല്ല, നിനക്ക് തിരിച്ചില്ലെങ്കിലും അതൊരു കുഴപ്പമല്ല, അതുകൊണ്ട് എൻ്റെ ഫീലിങ്സിനെ ഞാൻ കൺട്രോൾ ചെയ്തോളും, ഇനി മുതൽ നമ്മൾ എപ്പോൾ നല്ല ഫ്രണ്ട്സും കൊളീഗ്സും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവളാണെങ്കിൽ അവനെ പറഞ്ഞു വിടുന്നുണ്ടാവും. എന്തായാലും അവളെ മനസ്സിലൊരു സങ്കടം ഉണ്ടാവും, പക്ഷെ അത് അവൾ ഹൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം ലീലയാണെങ്കിൽ ഒരു പെട്ടിയിൽ കുറേ ഗിഫ്റ്റ് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ടാവേ. ഇതൊക്കെ കണ്ണട അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ആയിരിക്കും. അതൊക്കെ അവൾ തിരിച്ചു കൊടുത്തിട്ടാണെങ്കിൽ പറയും ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, അതുമാത്രമല്ല എവിടെയെങ്കിലും കുടിച്ച് കടന്നിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചോളൂ, എന്നെ വിളിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും. അതായത് ഇവർ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയി, ഗോയിസ് ബ്രേക്കപ്പ്. അങ്ങനെ നമ്മൾ കാണുന്നത് ഹാനും മുത്തശ്ശനും സംസാരിക്കുന്നതായിരിക്കും. കുറേയായി മുത്തശ്ശനാണെങ്കിൽ അവനെ കാണാണ്ട് നിൽക്കുന്നത്, അതുകൊണ്ട് അവനോട് മുത്തശ്ശനെ കാണാൻ വരാൻ പറയേണ്ടിയിട്ടായിരിക്കും മുത്തശ്ശൻ വിളിച്ചിട്ടുണ്ടാവുക. അവനാണെങ്കിൽ പറയും മുത്തശ്ശ ഞാനും സിംഗും തമ്മിൽ ഇപ്പൊ റിലേഷൻഷിപ്പിലാണ്, നമ്മൾ രണ്ടാളും ഒപ്പരം വന്നിട്ട് മുത്തശ്ശനെ കാണാന്ന് വിചാരിക്കുന്നത്. മുത്തശ്ശൻ അവളെ പേടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു കോൾ അവൻ കട്ട് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു കോള് കട്ട് ചെയ്തപാട് അവനൊരു റിങ് എടുത്ത് നോക്കുന്നുണ്ടാവേ. അതിന്റെ അർത്ഥം എന്നാ അത് തന്നെ. അങ്ങനെ നമ്മൾ കാണുന്നത് പിള്ളേർ രണ്ടാളും കാറിൽ പോകുമ്പോൾ പെണ്ണ് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് ചെക്കൻ കാര്യം എന്താണെന്ന് ചോദിക്കേ. അവളാണെങ്കിൽ പറയൂ ആ ഒരു സിങ് യാങ് ഹോസ്പിറ്റലിൽ നിന്ന് പൈനീർ പ്രൊജക്ടിന്റെ കാര്യം വന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് നമുക്ക് കിട്ടിയതായിരുന്നു. പക്ഷേങ്കിൽ നമ്മളെ കോമ്പറ്റീറ്റർ ആയിട്ട് ഇപ്പൊ ഒരു ഹാൻഡ് കമ്പനി വന്നിട്ടുണ്ട്. അവർ നല്ല കമ്പനിയൊക്കെ തന്നെയാണ്, പക്ഷേങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കമ്പനി ഭയങ്കരമായിട്ട് ഡൗൺ ആകുക എന്നുള്ള പേടി എനിക്ക് ഉണ്ട് എന്ന് പറയൂ. ഈ ഒരു കാര്യം ഇവളെയും കാട്ടി മുന്നേ തന്നെ നമ്മളെ ഹാൻ അറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അവനാണെങ്കിൽ ഇപ്പൊ റിവീൽ ചെയ്യുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ പറയും നീ പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മൈൻഡിൽ ആ ഒരു ഹാൻഡ് കമ്പനിയിലത്തെ ബോസ് പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്നും ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നുണ്ട്. എന്നേരം ഹാൻഡ് കമ്പനിയും ഈ ഒരു ഹാനും തമ്മിലത്തെ ബന്ധം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് സിങ്ങും നിങ്ങളും തമ്മിലത്തെ റിലേഷൻഷിപ്പിന് പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചിട്ടില്ലേ. ആ ഒരു കാര്യം നമ്മളെ ഹാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അവൻ ഓപ്പൺ ആയിട്ട് ഒന്നും പറയുന്നുണ്ടാവില്ല. സംടൈംസ് ഇതിന്റെ പേരിൽ തന്നെ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇനി ഫ്യൂച്ചറിൽ വരുമായിരിക്കും, അറിയില്ല. അങ്ങനെ ഇവര് രണ്ടാളും കൂടിയിട്ട് മുത്തശ്ശനെ കാണാൻ പോകുന്നതായിരിക്കും. ഇവക്ക് ഇപ്പായിരിക്കും അറിയുന്നുണ്ട് അവ മുത്തശ്ശനെ കാണാൻ പോകുന്നതെന്ന്. അവളാണെങ്കിൽ പറയുന്നുണ്ട് എനിക്കൊന്ന് ഒരുങ്ങാൻ വരെ പറ്റിയിട്ടില്ല എന്ന്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇവക്ക് കൊടുക്കേണ്ട റിങ് ആയിരിക്കുന്ന റിങ് അല്ല ഇവക്ക് കൊടുക്കേണ്ട കാതില്. അത് ഞാനൊരു സസ്പെൻസ് ഇട്ടാ, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവനാണെങ്കിൽ അവക്ക് ആ ഒരു കാതിൽ കൊടുക്കുന്നുണ്ട്. അവ ഇവനൊരു മാല വാങ്ങി കൊടുത്തിട്ടില്ലേ, ആ ഒരു മാലക്ക് പേരായിട്ടുള്ള സെയിം കാതിലായിരിക്കും അവക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നിട്ട് അവളാണെങ്കിൽ ആ ഒരു കാതിലിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നീ എപ്പോൾ സുന്ദരിയാണ്, അത് മാത്രമല്ല നമ്മൾ രണ്ടാളെ പാരൻസിനെയും കാണാൻ പോകുന്നതാണ്, നീ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആണെന്ന് പറയും. അങ്ങനെ രണ്ടാളും കൂടി പുറത്തിറങ്ങുമ്പോൾ അവിടെ ഒരാളുണ്ടാവുമായിരിക്കും, നമ്മളെ ലിൻസേൻ്റെ അമ്മേൻ്റെ കാര്യം പറയണ്ടല്ലോ, സംസാരിച്ചോട് നിൽക്കുന്നുണ്ടാവും. അകത്ത് കയറുമ്പോൾ ആ ഒരു യുവാൻ്റെ അമ്മയും ഉണ്ടാവേ. ഇതേ ടൈം നമ്മളെ ചെക്കനെ വിളിച്ചിട്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക.
ഉണ്ടാവുക. ഈ ഒരു യുവാനും അമ്മയും എന്തെല്ലോ കുരുട്ടത്തരം ചോദിക്കുമ്പോൾ നമ്മളെ ലിൻജന്റെ അമ്മ നൈസായിട്ട് അവളെയും അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ടാവേ. കാരണം ഈ ഒരു യുവാന്റെയും അമ്മേന്റെയും മുന്നിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്നും ചോദ്യം കേട്ട് 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 നമ്മളെ പെണ്ണിന് പെരാന്താകുമെന്ന് ലിൻജന്റെ അമ്മക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടായിരിക്കും ലിൻജന്റെ അമ്മയാണെങ്കിലും നമ്മളെ പെണ്ണിനെയും കൂട്ടിയിട്ട് ആ ഒരു ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ അവർ രണ്ടാളും അവിടുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് നിൽക്കുന്നേരം മുത്തശ്ശനും അങ്ങോട്ടേക്ക് വരെ. മുത്തശ്ശന്റെ കൂടെ ഹാനും ഉണ്ടാവും. ഈ കുടുംബത്തിൽ തന്നെ ഏറ്റവും നല്ല സ്വഭാവമുള്ളത് നമ്മളെ ലിൻജന്റെ അമ്മക്കാണ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതിനും കാട്ടി മുന്നേ ആ ഒരു യുവാൻ ആണെങ്കിൽ എന്തെല്ലോ ചൊറിയുന്ന വർത്താനം പറയുന്നുണ്ടാവേ. സിംഗും കറക്റ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നുണ്ടാവും. നമ്മളെ പെണ്ണിന്റെ കമ്പനിയിലത്തെ ആദ്യത്തെ പ്രൊജക്ട് എന്ന് വെച്ചാൽ 3D പ്രിന്റിംഗ് മെഡിക്കലിന്റെ എന്തോ ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് തന്നെയായിരിക്കും ആ ഒരു ഹാൻഡ് ഹൈ കമ്പനി തുടങ്ങുന്ന ടൈം അവർക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് മുത്തശ്ശനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കും, ഹാൻഡ് ഹൈ കമ്പനി ആണെങ്കിൽ ഇപ്പൊ സക്സസ് ആയിട്ട് നിൽക്കുന്നല്ലേ, അവരടുത്തേക്ക് എത്താൻ നിനക്ക് എത്ര ടൈം വേണ്ട വരും എന്ന് ചോദിക്കുക. നമ്മളെ പെണ്ണും ആലോചിച്ചിട്ട് നമ്മളെ ചെക്കനെ നോക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് എന്തോ സംസാരിക്കാൻ നിൽക്കുന്നേരം നമ്മളെ സിംഗ് ആണെങ്കിൽ പറയും, ഞാൻ പറയാം ഹോണസ്റ്റ് ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ അതേ രീതിയിൽ അവരുടെ അടുത്ത് എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാൻ ഒരുപാട് പ്രൊജക്റ്റും കാര്യങ്ങളും എന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ എത്രയും പെട്ടെന്ന് അവരെയും കാട്ടി മുന്നിലെത്തും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ട് എന്ന് പറയാം. ഇത് കേട്ടപാട് മുത്തശ്ശനാണെങ്കിൽ ഇവളി ഇംപ്രസ്ഡ് ആവുന്നുണ്ടാവേ. യുവാനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതേ ടൈമിൽ ലിൻജന്റെ അമ്മയാണെങ്കിൽ പറയും, നിങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നതല്ലേ, എന്നാ പിന്നെ തിന്നിട്ട് പോ, ഇങ്ങനെ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞ് നടക്കല്ല എന്ന് പറയുന്നവരോ എല്ലാവരും ഫുഡ് കഴിക്കോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മളെ സിംഗും ലിൻജന്റെ അമ്മയും കൂടി നടക്കുന്നുണ്ടാവേ. അമ്മയാണെങ്കിൽ നമ്മളെ ഹാനിനെ കൂടി ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പണ്ടാണെങ്കിൽ നമ്മളെ ഹാന് ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരുന്നേ. പക്ഷെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൻ ഭയങ്കര ഇൻട്രോവേർട്ടായി. പക്ഷെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. നിന്നെ കണ്ടതിന് ശേഷം അവൻ്റെ മുഖത്തായ ഒരു പണ്ടത്തെ ചിരിയും മറ്റുള്ളവർ കെയർ ചെയ്യുന്ന സ്വഭാവം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കൊരു കാര്യം 100% ഉറപ്പാണ്, നിനക്ക് അവനിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അത് മാത്രമല്ല അവനെ ഹാപ്പി ആയിട്ട് വെക്കാൻ നിനക്ക് പറ്റുമെന്ന് പറയും. ഇതേ ടൈമിൽ തന്നെ നമ്മളെ ഹാൻ ആണെങ്കിൽ മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകും. മുത്തശ്ശനും അവളും മാത്രം ഉള്ളതല്ല, മുത്തശ്ശനാണെങ്കിൽ ഇവളെ പേരും നമ്മളെ ചെക്കൻ്റെ പേരും എഴുതിയിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടാവേ. നമ്മളെ കാലിഗ്രാഫിയിലെ അങ്ങനെയായിരിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. എന്നിട്ട് അവരാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നത് മുത്തശ്ശന് നമ്മളെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്നാണ്. പിന്നെ മുത്തശ്ശൻ്റെ മൈൻഡിൽ എന്നാതൊന്നും മുത്തശ്ശന് മാത്രമല്ലേ അറിയുള്ളൂ, അതൊക്കെ നമുക്ക് പിന്നെ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ നമ്മളെ ചെക്കനും പെണ്ണും ഇരിക്കുന്ന ടൈമായിരിക്കും അവനാണെങ്കിൽ മുത്തശ്ശൻ അവനോട് മാത്രം പറഞ്ഞൊരു കാര്യം ആലോചിക്കുന്നുണ്ടാവുക. മുത്തശ്ശനാണെങ്കിൽ നിനക്ക് ശരിക്കും അവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അവനാണെങ്കിൽ പറയും, അവൾ എന്നെയും കാട്ടി എത്രയോ ബെറ്റർ ആണ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയേ. മുത്തശ്ശനാണെങ്കിൽ പറയും, അവൾ സ്മാർട്ടാണ്, അവൾക്ക് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനൊക്കെ അറിയാം. പക്ഷേങ്കിൽ നീ ജനിച്ച് വളർന്ന രീതിയും അവൾ ജനിച്ച് വളർന്ന രീതിയും ഭയങ്കര ഡിഫറൻസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല, പക്ഷേങ്കിൽ പിന്നെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കൻ ഇപ്പം ആലോചിച്ചിട്ട് ആ ഒരു ഹാൻഡ് ഹൈൻ്റെ സത്യമില്ലേ, ആ ഒരു സത്യാവസ്ഥ ഇവളോട് പറയാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും ചാങ് ഇവക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. നമ്മളെ ചെക്കൻ എന്നാ മെസ്സേജ് എന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ പറയും, ആ ഒരു ചാങ് എന്നെ കാണാൻ വന്നിട്ട് അവൻ്റെ കമ്പനിയായിട്ട് കോപ്പറേറ്റ് ചെയ്യേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് കോപ്പറേറ്റ് ചെയ്യുക, അവൻ നിൻ്റെ ശത്രു എന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. ഞാൻ അവനുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ചതിക്കുന്ന പോലെയല്ലേ, ഒരിക്കലും ഞാൻ അത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മളെ ചെക്കൻ്റെ മുഖത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പെണ്ണിനോട് അവളെ പേരൻസിനെ വിളിച്ചിട്ട് നമ്മളെ റിലേഷൻഷിപ്പ് അവരോട് പറയാമെന്ന് പറയേ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ അച്ഛനും അമ്മേനെയും വിളിക്കുന്നേരം നമ്മളെ ഹാൻ ആണെങ്കിൽ കുറച്ച് മടിച്ചിട്ടാണെങ്കിൽ കൂടി ഈ ഒരു കാര്യം അവൾ അച്ഛനോടും അമ്മേനോടും പറയുന്നുണ്ടാവേ. അവർ ഓൾറെഡി ഹാപ്പി ആയിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിൽ ആയാൽ മതി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവർ ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ഇവർക്കും ഭയങ്കര സന്തോഷമാവും. അങ്ങനെ നമ്മളെ കാണുന്നത് ആ ഒരു യുവാന്റെ അസിസ്റ്റന്റ് വന്നിട്ട് യുവാന്റെ അടുത്ത് നമ്മളെ ഹാൻഡ് ഹൈ കമ്പനിയും ഹാനും തമ്മിലത്തെ ബന്ധം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. യുവാനും ഇത്ര കാലമായിട്ട് ആ ഒരു കാര്യം അറിയില്ലായിരിക്കും. ആ ഒരു കാര്യം അറിഞ്ഞപാട് അവളാണെങ്കിൽ നേരെ ചാങ്ങിൻ്റെ അടുത്തായിരിക്കും വരുന്നുണ്ടാവുക. ഇവർക്കെല്ലാം എങ്ങനെയെങ്കിലും നമ്മളെ ഹാനിനെ തകർക്കണം, ആ ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. ഒരു യുവാനാണെങ്കിൽ നമ്മളെ ചാങ്ങിനോട് കാര്യം പറയാൻ നിൽക്കുന്ന അതേ ടൈമായിരിക്കും സാങ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. സാങ്ങിനെ കണ്ടപാട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയാണ്ട് നിൽക്കുന്നുണ്ടാവേ. നമ്മളെ ചാങ് ആണെങ്കിൽ പറയൂ, നമ്മൾ മൂന്നാളും ഇപ്പോൾ ഒരേ തോണിയിൽ പോയിക്കൊണ്ട് നിൽക്കുന്നത്, നമുക്ക് മൂന്നാൾക്കും ആ ഒരു ഹാനിനെ തകർക്കണം, അതുകൊണ്ട് ഇവളോട് പറഞ്ഞാലും കുഴപ്പമില്ല എന്നു പറയേ. അതേ ടൈം യുവാനാണെങ്കിൽ എന്നാ സംഭവം ഒന്നെന്ന് പറയും. അതായത് നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു ഹാൻഡ് ഹൈ
കമ്പനിയായിട്ട് കോൺട്രാക്ട് ഉണ്ട് എന്നുള്ള കാര്യം. അവനാണെങ്കിൽ ജർമ്മനിയിലുള്ള ടൈമായിരിക്കും ഈ ഒരു കമ്പനിയായിട്ട് കോൺട്രാക്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെ പിള്ളേർ പറയുന്നേരം നമ്മളെ സാങ് ആണെങ്കിൽ പറയും, ഓ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കളികളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഒരു ഹാൻഹായ് എന്ന് പറയുന്ന കമ്പനിയും നമ്മളെ പെണ്ണിൻ്റെ കമ്പനിയും സെയിം ബിസിനസ് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അവരുടെ രണ്ടാളെ പ്രൊജക്റ്റും ഏകദേശം സെയിം ആയിരിക്കും. എന്നിട്ടും എന്തിനാണ് നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് സാങ് ചോദിക്കുമ്പോഴായിരിക്കും യുവാൻ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവുക. 2 കൊല്ലം കൊണ്ട് നമ്മളെ ചെക്കനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സെറ്റിൽഡ് ആക്കിയിട്ട് അവനൊരു നിലയിലെത്തും എന്ന് പറഞ്ഞിട്ടില്ലേ. നമ്മളെ പെണ്ണിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ബാക്കി എല്ലാവരും നമ്മളെ പെണ്ണിൻ്റെ കമ്പനിയിലാണല്ലോ ഫോക്കസ് ചെയ്യുക. ഹാൻഹായ് കമ്പനി സൈഡിൽ വളരും. കാരണം ഹാനും ആ ഒരു കമ്പനിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്നായിരിക്കുമല്ലോ എല്ലാവരുടെ വിചാരം. അതായിരിക്കും നമ്മളെ ഹാനിൻ്റെ പ്ലാനും. അപ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലായി, നമ്മളെ പെണ്ണിനെയാണെങ്കിൽ ഇവൻ വെറുതെ മുന്നിലെടുത്ത് വെച്ചതായിരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് അവളെ കമ്പനിയാണ്. ഇത് കേട്ട വാർഡ് നമ്മളെ സാങ് ആണെങ്കിൽ പറയും, ഇതാണ് പറ്റിയ അവസരം, സിങ്ങിനെ കൊണ്ട് തന്നെ ഹാനിനെ നമുക്ക് വെറുപ്പിക്കാമെന്ന് പറയേ. അത് തന്നെയായിരിക്കും നമ്മളെ സാങ്ങിൻ്റെ മൈൻഡിലൂടെയും യുവാൻ്റെ മൈൻഡിലൂടെയും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് പിള്ളേർ 3 ആളും കൂടിയിട്ട് ഒരു എക്സിബിഷന് വരുന്നതായിരിക്കും. അവർ ഒരു സ്റ്റാളും കൂടി ഉണ്ടാവുമായിരിക്കും ഇവിടെ. അതുകൊണ്ടായിരിക്കും അവർ വേഗത്തിൽ വരുന്നുണ്ടാവുക. ഇതേ ടൈം ആ ഒരു സാങ് അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മളെ പെണ്ണിനോട് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. നമ്മളെ പെണ്ണും ഓക്കെ എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ വന്ന പാട് നമ്മളെ പെണ്ണിനെ കൊണ്ട് കുറേ കാര്യങ്ങൾ പുകഴ്ത്തി പറയുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, ഓഹോ ഈ ഒരു കാര്യത്തിനാണോ നീ എന്നെ വിളിച്ചത്, എന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുക. അതേ ടൈം ആയിരിക്കും അവൾ പറയുന്നുണ്ടാവുക, ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഒരു ഹാൻഹായ് കമ്പനി നിനക്ക് നല്ലോണം അറിയാലോ. അവർ നിന്നെയും കാട്ടി മുന്നേ ഈ ഒരു ബിസിനസ് ലോകത്ത് വന്നതാണെങ്കിൽ കൂടി അവർ വേഗം ഹൈപ്പിലേക്ക് പോയിന്. അവരെ പിന്നിലാണെങ്കിൽ ഒരു വലിയ കൈ ഉണ്ടാവുമല്ലോ, ആ ഒരു കൈ ആരതാണെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, എനിക്ക് അതിനെ കൊണ്ടൊന്നും അറിയില്ല എന്നൊന്നും പറയും. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും, എന്നാൽ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, ആ ഒരു കമ്പനിയിലാണെങ്കിൽ ഹാൻ ജർമ്മനിയിലുള്ളവരെ പൈസ ഇൻവെസ്റ്റ് ചെയ്തതാണ്. അവൻ ചൈനയിൽ വന്നതിന് ശേഷം ആ ഒരു കമ്പനീൻ്റെ പിന്നിലായിട്ട് പ്രവർത്തിച്ചത്. പിന്നെ നിന്റെ കമ്പനീനെ അവൻ സപ്പോർട്ട് ചെയ്തത് ഒരു മറക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അവൻ്റെ ഡോങ്യാങ് കമ്പനിയിൽ ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോമിസ് സത്യമാക്കണ്ടെങ്കിൽ അവനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു ഹാൻഹായ് കമ്പനിയിലെ പിന്നിൽ അവനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പല കമ്പനിക്കാരും അവനെ അടിച്ചിടുന്നുള്ള കാര്യം അവന് നല്ലോണം അറിയാം. അതുകൊണ്ട് തന്നെ ഒരു മറയായിട്ട് മാത്രമാണ് അവൻ നിന്റെ കമ്പനീനെ എടുത്തതെന്ന് പറയേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ആ ഒരു കമ്പനിയിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് അത് വലിയ കാര്യമൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ടൈം സാങ് ആണെങ്കിൽ പറയും, കാര്യമല്ല, പിന്നെ എന്തുകൊണ്ട് അവൻ ആ ഒരു കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല, നീ ആ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ, അവൻ്റെ വെറും വല മാത്രമാണ്, നിനക്ക് അവനെ കൊണ്ട് ഒന്നും അറിയില്ല, അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട് എങ്ങനെയെല്ലാം നമ്മളെ പെണ്ണിനെ പിരികേറ്റ ഉള്ള കാര്യം പറഞ്ഞിട്ട് തന്നെയാണ്. എന്നാലും എങ്ങനെയെല്ലാം പിരികേറ്റ ആ ഒരു രീതിയിലൊക്കെ നമ്മളെ സെങ് ആണെങ്കിൽ നമ്മളെ സിങ്ങിനെ പിരികേറ്റുന്നുണ്ടാവും. അങ്ങനെ നമ്മളെ പെണ്ണ് വീട്ടിലെത്തിയിട്ടും എന്തെല്ലോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും കുളിയും കയറ്റി നമ്മളെ ഹാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. നീ അന്ന് എങ്ങനെ ടയേർഡായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഞാൻ ഇന്ന് എക്സിബിഷന് പോയത് നീ അറിഞ്ഞിട്ടില്ലേ, ആ ഒരു ഹാൻഹായ് കമ്പനി എത്ര പെട്ടെന്ന് വളർന്നുകൊണ്ട് നിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാൻഹായുമായി ബന്ധപ്പെട്ടിട്ട് ഇവൾ എന്തെല്ലോ പറയുന്നുണ്ടാവേ. അതായത് നമ്മളെ സിങ്ങിൻ്റെ വായിന്ന് തന്നെ നമ്മളെ ഹാനിൻ്റെ വായിന്ന് തന്നെ എന്തെങ്കിലും കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവുക. പക്ഷേ അവനാണെങ്കിൽ ഇവളെ ഹഗ് ചെയ്തിട്ട് ആശ്വസിപ്പിക്കുമെന്നല്ലാണ്ട് വേറെ ഒന്നും പറയുന്നുണ്ടാവില്ല. അത് നമുക്ക് ഭയങ്കര പെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മളൊരു സത്യം അറിഞ്ഞു വെച്ച് നമ്മളെ ഫ്രണ്ടിനെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് നമ്മളത് പോയിട്ട് ഫ്രണ്ടിനോട് ചോദിക്കുന്നത്, അവർ നമ്മളോട് കള്ളം പറയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവുക. അതേ ഒരു ഫീലിംഗ് ആയിരിക്കും അവൾക്ക് ഉണ്ടാവുക. അവളാണെങ്കിൽ ചോദിക്കും, നിനക്ക് ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുക. അവനാണെങ്കിൽ പറയും, ഹാ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അവളാണെങ്കിൽ ചോദിക്കും, നിനക്ക് എനിക്ക് വേണ്ടിയിട്ട് മരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നേരം അവനാണെങ്കിൽ പറയും, പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് മാക്സിമം ഇവളെ ട്രിക്ക് എടുക്കാൻ നോക്കുന്നുണ്ടാവേ. അവസാനം അവക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നുണ്ടാവില്ല. മീൻസ് ഇവനോട് ഇങ്ങനെ അഭിനയിച്ചതൊക്കെ. അവളാണെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ. നമ്മളെ ചെക്കനും എന്തെല്ലോ വശീകൾ മണക്കുന്നുണ്ട്. പക്ഷേ എന്നാണെന്ന് അവന് മനസ്സിലാവുന്നുണ്ടാവില്ല. പിന്നെ എല്ലാവരോടും കൂടിയിട്ട് എൻ്റെ ഇന്നത്തെ സമയത്തിൽ എനിക്ക് ഇത്ര മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതിൽ കൂടുതൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പറ്റുന്നത്ര ഞാൻ ശ്രമിച്ചിട്ട് വീഡിയോസ് ഇടാൻ നോക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും, പറ്റില്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുമാത്രമല്ല ഈ ഒരു ഡ്രാമ ഇപ്പം തീർന്നില്ല, എന്നും കുറച്ചും കൂടി എപ്പിസോഡ് ഉണ്ട്. ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ അധികം ഒന്നും പറയണേ. ബൈ.